السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സത്യമായ മാർഗം അറിയാനും അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമസ്തയുടെ ചരിത്ര പഠനം എന്ന ക്ലാസ്സിൻ്റെ ഭാഗമായി ഇന്ന് ആരംഭിക്കുകയാണ്. ആ കഴിഞ്ഞുപോയ ക്ലാസ്സുകളൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. ഈ ക്ലാസ്സിൽ നിന്നും സമസ്തയുടെ ജനറൽ കൂടിയതും സമസ്ത പുനഃസംഘടിപ്പിച്ചതും എല്ലാവരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ആളാകാൻ വേണ്ടി അദ്ദേഹം തട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. കാന്തപുരത്തിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അയാൾക്ക് കുറേ പൈസ കിട്ടുന്ന ആളായിരുന്നു, അറബികളുടെ പണം കൊണ്ടുവരുന്ന ആളായിരുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തി അയാൾക്ക് ഇവിടെ ആളാകാൻ വേണ്ടി കുറേ മൗലവിമാരെ കൊണ്ട് നടന്നുണ്ടാക്കിയ ഒരു സമസ്തയാണെന്ന് പോലും നമ്മുടെ വിരോധികൾ പല ഭാഗത്തും പല സമയത്തും പറഞ്ഞു നടന്നിരുന്നു. യാഥാർത്ഥ്യം എൻ്റെ സ്നേഹിതന്മാർ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തികച്ചും വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് ഈ സംഘടന അന്നും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രയാണം ആ രൂപത്തിൽ തന്നെ തുടരുന്നത് കൊണ്ട് ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മതസംഘടന മഹാനായ ഖമറുൽ ഉലമയും റഈസുൽ ഉലമയും അവിടെ കൂടെ നിൽക്കുന്ന ചങ്കൂറ്റമുള്ള ആദർശധീരരായ ആലിമീങ്ങളും നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭയാണെന്ന് തലകുലുക്കി എല്ലാവരും സമ്മതിക്കുന്നു. ഒരു തർക്കവും ആർക്കും അതിലില്ല. പിന്നെ ചില ഭിക്ഷാന്തേഹികൾ ഞങ്ങൾക്കാണിതൊക്കെ എന്ന് പറഞ്ഞ് അലമുറയിട്ട് നടക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തെ പൊതുസമൂഹം ഒരിക്കലും അതിന് അംഗീകാരം നൽകുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു സംഘടനയ്ക്ക് ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ നിയമാനുസൃതം നിലനിൽക്കുന്നത് മതസംഘടനയാണെങ്കിലും അല്ലെങ്കിലും ഉദാഹരണത്തിന് ഒരു പന്ത് കളി നടത്തുന്ന ക്ലബ്ബുകാർ, അല്ലെങ്കിൽ ഒരു വായനശാല നടത്തുന്നവർ, അല്ലെങ്കിൽ നാടകവും മറ്റുമൊക്കെ നടത്തുന്ന അതിൻ്റെ ഒരു കമ്മിറ്റി, ഏതായിരുന്നാലും ഈ രാജ്യത്ത് അതിന് അംഗീകാരം വേണമെങ്കിൽ സൊസൈറ്റീസ് ആക്ട് നിയമപ്രകാരം അതാത് ജില്ലകളിൽ ജില്ലാ തലസ്ഥാനത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം. നാം ഒരു സ്വത്ത്, ഒരു 100 ഏക്കർ സ്ഥലം, ഉദാഹരണം ഞാൻ ഇപ്പോൾ വണ്ടൂർ സബ് രജിസ്ട്രാറുടെ പരിധിയിലുള്ളൊരു സ്ഥലത്താണ്, നമ്മളെ കല്ലാമൂലയും മമ്പാട്ടുമൂലയൊക്കെ ആ സ്ഥലത്താണ്. അവിടെ ഞാനൊരു 100 ഏക്കർ സ്ഥലം വാങ്ങിയാൽ അത് രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് വണ്ടൂരിൽ പോയാൽ മതി. അതുപോലെ തിരൂരങ്ങാടിയുള്ളവർ തിരൂരങ്ങാടി ഓഫീസിൽ പോയാൽ മതി, തിരൂരുള്ളവർ അവിടെ ചെന്നാൽ മതി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സബ് രജിസ്റ്റർ ഓഫീസ് ഉണ്ടാകും. ഇവർ വാങ്ങുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഭൂസ്വത്തുക്കൾ അത് രജിസ്റ്റർ ചെയ്യാൻ ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നാൽ മതിയെങ്കിൽ മലപ്പുറം ജില്ലയുടെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും, മലപ്പുറം ജില്ലയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്തുള്ളവർ ആണ്, ഏറ്റവും കിഴക്കേ അറ്റത്തുള്ളവരാണ് നമ്മുടെയൊക്കെ പഞ്ചായത്ത്. നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അങ്ങോട്ട് ആ മല കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്, ഊട്ടിയാണ്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയുടെ ഇങ്ങേ അറ്റത്തുള്ളൊരു ക്ലബ്ബുകാരൻ, അതുപോലെ അങ്ങേ അറ്റത്തുള്ള പൊന്നാനി ഭാഗത്തുള്ളൊരു ക്ലബ്ബുകാരൻ, എവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചാലും അതിൻ്റെ രജിസ്ട്രേഷന് മലപ്പുറം ജില്ലാ ആസ്ഥാനമാകുന്ന മലപ്പുറത്ത് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ രജിസ്ട്രാറുടെ കാര്യാലയത്തിൽ പോകണം. ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രജിസ്ട്രാറുടെ കാര്യാലയത്തിൽ ചെന്ന് ആരാണ് ഇതിൻ്റെ ഭാരവാഹികൾ, എന്താണ് ഇതിൻ്റെ ബൈലോ, ഏതടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ അധികാര പരിധി എവിടെയൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉദാഹരണം, ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഞാൻ ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്ഥാപനം പള്ളിയുണ്ട്, മദ്രസയുണ്ട്. നമ്മളിവിടെ 1989 ശേഷം, അഥവാ നമ്മൾ 2000 ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. അത് നമ്മൾ സ്ഥലം വാങ്ങി പള്ളി എടുത്ത് മദ്രസ എടുത്ത്
സുഗമമായി നമ്മളെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു പോകുന്നു. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അതിന് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഇങ്ങനെ 4 അതിർത്തിയാണുള്ളത്. ഈ 4 അതിർത്തിയും അതിന് റെക്കോർഡാക്കി കൊടുക്കണം. ഏത് സംഘടനയായിരുന്നാലും ഏത് സ്ഥാപനമായിരുന്നാലും അങ്ങനെ അതിർത്തി പറഞ്ഞു കൊടുത്ത് ആരാളതിന് ഇപ്പോഴത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ അവരുടെ ജോലി എന്ത്, അവർ കൃഷിപ്പണിക്കാരനാണോ കച്ചവടക്കാരാണോ അല്ല ജോലിയൊന്നും ഇല്ലാത്തവരാണോ, ഇങ്ങനെ വ്യക്തമായിരിക്കുന്ന രേഖ ഇവരെക്കുറിച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ബൈലോ ഇന്ന അടിസ്ഥാനത്തിൽ ഈ സംഘടന അല്ലെങ്കിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന ബൈലോവും കൂടി അവർക്ക് റെക്കോർഡാക്കി കൊടുത്തതിന് ശേഷം അവർ നമ്മളോട് തിരിച്ചു പോരാൻ പറയും. പിന്നീട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ചെന്നാൽ ഈ രജിസ്റ്റർ ഓഫീസിൽ നിന്നും അന്വേഷണം നടത്തി ഈ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയില്ല എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് അംഗീകാരം തരിക. അപ്പോൾ ആർക്കാണ് അംഗീകാരമുള്ള സംസ്ഥ, അത് നാം ഒന്ന് പരിശോധിക്കുക. 1924 രൂപീകൃതമായി 936 ഈ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആദ്യം കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു, പിന്നീട് വഹാബികളുടെ കടന്നുകയറ്റം കാരണം നമ്മൾ സമസ്ത എന്ന് കൂട്ടിക്കൊടുത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ പേരിലാണ് നമ്മുടെ സംഘടന കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആസ്ഥാനം അന്ന് റെക്കാർഡിക്കലായിട്ട് കോഴിക്കോടാണ് കൊടുത്തിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിലാണ് അതിൻ്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അതിൻ്റെ അധികാരപരിധി അന്ന് കേരളം എന്ന ഒരു സംസ്ഥാനം അന്നുണ്ടായിട്ടില്ല രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് മംഗലാപുരം മുതൽ തിരുകൊച്ചി വരെ എന്നായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. പിന്നീട് 957 അവിടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട് ഒരു സ്റ്റേറ്റായി ഇത് വന്നപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ 4 അതിരും വെച്ച് അത് രണ്ടാമത് അവിടെ വിട്ടുകൊടുത്ത് ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന പരിധി കേരളം ഒട്ടുക്കുമാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഏത് ഭാഗത്തെ സുന്നി പ്രവർത്തനങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇടപെടാനും നേതൃത്വം നൽകാനും കഴിയും. ആ നിലയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സംഘടന 36 രജിസ്റ്റർ ചെയ്താൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ അതിനൊരു നിയമമുണ്ട്. എല്ലാ വർഷവും അതിൻ്റെ ജനറൽ ബോഡി ചേരുന്ന സമയത്ത് ആ ലിസ്റ്റ് ഈ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കണം. എന്നിട്ട് അതിന് അംഗീകാരം വാങ്ങണം. അതവർ ഫയൽ സൂക്ഷിക്കും. വേണ്ടി വന്നാൽ 2 കോപ്പി കൊണ്ടുപോയിട്ട് ഒന്ന് നമുക്ക് ഒപ്പിടി വെച്ച് തിരിച്ചു കൊണ്ടുവരാം. ഇതില്ലെങ്കിൽ അവർ ഫയലിൽ വെക്കാൻ ഒരു കോപ്പി നാം കൊടുക്കണം. ഏതെങ്കിലും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ മാറുകയോ അല്ലെങ്കിൽ പുതിയ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം അവിടെ നൽകണം. അങ്ങനെ എല്ലാ വർഷവും നൽകിയാലേ ഈ രജിസ്ട്രേഷന് അംഗീകാരമുണ്ടാകൂ. അത് 3 തവണ 3 വർഷം തുടർച്ചയായി ഇത് നൽകാതിരുന്നാൽ ആ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ആ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കായി അത് റദ്ദായിപ്പോകും, അത് ക്യാൻസലായിപ്പോകും. അത് സൊസൈറ്റീസ് ആക്ട് പ്രകാരമുള്ള നിയമമാണ്. നമ്മുടെ സംഘടനയും അന്ന് രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് അത് പുതുക്കാൻ ആരും ശ്രമിച്ചില്ല. അന്ന് തോനെയൊന്നും പ്രവർത്തനമില്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് തോനെ ആൽമീങ്ങൾ ചിന്തിച്ചില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന നിലയ്ക്ക്. പക്ഷേ രജിസ്ട്രേഷൻ അവിടെ ഉണ്ട്. ഇത് വർഷാവർഷം പുതുക്കാത്തത് കൊണ്ട് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് 989 മാർച്ച് 4, 5 തീയതികളിൽ തിരൂരങ്ങാടി വെച്ച് സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യമായി നമ്മുടെ നേതാക്കൾ ചെയ്തത് ഈ രജിസ്ട്രേഷൻ ക്ലിയറാക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ചേളാരിക്കാർ കിടന്നുറങ്ങി, ഓലാരും ആ ഭാഗം ചിന്തിച്ചതുമില്ല. നാം 2 ആളുകളെ അതിന് പ്രധാനമായും നിശ്ചയിച്ചു. 939 മുതൽ 36 മുതൽ 37 വരെ ഭരണസാരഥ്യത്തിലുണ്ടായിരുന്ന വർക്കിംഗ് കമ്മിറ്റി മുഷാവറ മെമ്പർമാർ. 36 മരണപ്പെട്ടവർക്ക് പകരം 37 പുതുതായി ആരെ എടുത്തു. പിന്നെ 37 മുതൽ 38 വരെ ആര്. അങ്ങനെ ഓരോ വർഷത്തെയും ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ
പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഏകദേശം 2 മാസത്തോളം അതിന് പണിയെടുക്കേണ്ടി വന്നിരുന്നു. കാരണം കൂലങ്കഷമായി ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും തകരാറ് വന്നാൽ രജിസ്ട്രേഷൻ പാടെ ഇല്ലാതെയായി പോകും. അപ്പോൾ 36-ൽ ആരായിരുന്നു ഭാരവാഹികൾ, ആരൊക്കെയായിരുന്നു മെമ്പർമാർ, അത് പഠിച്ച് ആ 36 കൊല്ലത്തെ ആ ലിസ്റ്റ്, പിന്നെ 37-ാമത്തതും അതുപോലെ തന്നെ വിശദമായ ലിസ്റ്റ്, പിന്നെ 38, 39 അങ്ങനെ ഓരോ കൊല്ലവും. അതിനിടയ്ക്ക് ആലിമീങ്ങളും ഷാവറമാർ മരണപ്പെടുന്നുണ്ട്. ആ മരണപ്പെട്ട പ്രകാരം വേറെ ആളുകളെ എടുക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ലീസ്റ്റ് തയ്യാറാക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു ലീസ്റ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞതുകൊണ്ട് അത് രജിസ്ട്രാർ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് വളരെ വിശദമായി കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഈ ലിസ്റ്റ് തയ്യാറാക്കി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി. അത് കൊടുത്തപ്പോൾ അവരിതൊക്കെ പരിശോധിച്ചപ്പോൾ ഈ 89 വരെ, 89 മുതൽ അങ്ങോട്ടുള്ളതും വളരെ ക്ലിയറാണ്. പുനഃസംഘടിപ്പിക്കപ്പെട്ടതും ക്ലിയറാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ പ്രസിഡന്റും ഖമറുൽ ഉലമാ ജനറൽ സെക്രട്ടറിയുമായി അന്ന് തിരഞ്ഞെടുത്ത 40 ആളുകളുടെ പേരും അത് ഇന്ന ജനറൽ ബോഡിയിൽ വെച്ച് ഇത്രാം തീയതി തിരഞ്ഞെടുത്തു എന്നുള്ള റെക്കോർഡും വെച്ച് കൊടുത്തപ്പോൾ അവരംഗീകരിച്ചു. അംഗീകരിച്ചപ്പോൾ അതിന് നാം ഒടുക്കേണ്ടി വന്നത് എന്തായിരുന്നു നാം പറയാം. ഈ റെക്കോർഡുകൾ മുഴുവനും റെഡിയാക്കി രജിസ്ട്രാറുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് 15 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവർ പറഞ്ഞു, ഇത്ര ഉറുപ്പിക ഇത്രയും കാലം നിങ്ങൾ ഇത് പുതുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടെ പിഴയായിട്ട് നൽകണം, ഫൈനായിട്ട് നൽകണം. അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനുള്ള കാശുമായി പോയി ആ ഫൈൻ അടച്ച് രശീതിയും വാങ്ങി അംഗീകാരത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി നാം തിരിച്ചു പോന്നു. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തിക്കുന്നവർക്ക് എന്ത് അംഗീകാരമാണുള്ളത്? ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, വിവരാവകാശ നിയമമനുസരിച്ച് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചാൽ ഈ വിവരം കിട്ടും. അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടന ആരുടെ സംഘടനയാണ്, അഥവാ ഏത് സമസ്തയാണ്. അവിടെ ഇപ്പോൾ അന്തരിച്ച കോയക്കുട്ടി മുസ്ലിയാർ പ്രസിഡന്റായിട്ട് സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ കേൾക്കുന്നുണ്ട്. അതാണോ? അല്ല. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്തയാണോ ഈ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകാരമുള്ളത് എന്ന് അന്വേഷിച്ചാൽ വിവരാവകാശ നിയമപ്രകാരം ഒരപേക്ഷ കൊടുത്താൽ ആർക്കും ലഭിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ഇവർ കൂകി നടക്കുന്നു, ഞങ്ങളാണ് സമസ്ത എന്ന്. ഞങ്ങളാണ് സമസ്ത എന്നവർ കൂകി നടക്കുന്നു. പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഒരു കള്ളൻ അവൻ്റെ വീട്ടിലുള്ള പെട്ടിയുമായിട്ട് പോയി, പണമൊക്കെ സൂക്ഷിച്ചു വെച്ച, റെക്കോർഡുകൾ സൂക്ഷിച്ചു വെച്ച പെട്ടിയുമായി കള്ളൻ പോയപ്പോൾ ഈ വീട്ടുടമ പറഞ്ഞു, താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതുപോലെ താൽക്കാലികമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുണ്ടായിരുന്ന സമസ്തയുടെ ഓഫീസ്, സമസ്തയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, സമസ്തയ്ക്ക് കീഴിലുണ്ടായിരുന്ന സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മദ്രസ മുഴുവൻ സമസ്തയുടെ സ്വത്തല്ല. പക്ഷെ സമസ്തക്ക് സ്വത്തുണ്ട്. ഫ്രാൻസിസ് റോഡിലുള്ള ശേഖൻ്റെ പള്ളിയിലേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള കോഴിക്കോട് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആ ഓഫീസ്, അതിൻ്റെ അടുത്തുള്ള ബുക്ക് ഡിപ്പോ, ഇതൊക്കെ സമസ്തയുടെ സ്വത്താണ്. ആ സ്വത്ത് അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് അവർ കൈവശം വെക്കുന്നു. എങ്ങനെയാണ് അവർക്കത് കിട്ടിയത്? സമസ്തക്കൊരു കേസ് കൊടുത്തിരുന്നു, ഞാനത് പറയാം. ഈ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് ഈ സ്വത്തുക്കൾ അവർ കൈവശം വെച്ചിട്ട് ഞങ്ങളാണ് സമസ്ത എന്നവർ പറയുന്നു. പക്ഷേ ആധികാരികമായി ഈ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെ അംഗീകാരമാണ് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ ഉള്ളത്.
എന്നാൽ പിന്നെ ഒരു ചോദ്യം ചിലർക്കുണ്ടാകും, എങ്കിൽ അവരെ അങ്ങനെ പ്രവർത്തിക്കാൻ വിടണോ? അവരെ നമ്മളുടെ ഈ റെക്കോർഡും ആധികാരികമായിട്ട് നമുക്കുണ്ടെങ്കിൽ പിന്നെ സമസ്ത എന്ന് അവരെ പറയാൻ സമ്മതിക്കണോ? സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെയുണ്ട്, പിന്നെ സമസ്ത, പിന്നെ ദളിത് സംഘം, അങ്ങനെ വേറൊന്നുണ്ട്, പിന്നെ സമസ്ത ഫുട്ബോളിൻ്റെ പേരിലൊക്കെ സമസ്ത അതുണ്ട്. അങ്ങനെ പലതിലും സമസ്ത എന്നുള്ളത് കൊണ്ട് മുഴുവൻ എന്നെ അർത്ഥമുള്ളൂ. ആ സമസ്ത എന്ന വാക്കുകൊണ്ട് മുഴുവൻ കേരളത്തിന് മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ ആശയവും ആദർശവും ഉണ്ടോ എന്നാണ് നോട്ടം. ആശയവും ആദർശവും ആരെ കൈവശമാണുള്ളത്? ഈ ഭരണഘടന ഒന്നാമതായി ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഭരണഘടനയിൽ ഒന്നാമതായി സൂചിപ്പിച്ചത് ഈ സമസ്ത ഇവിടെ രൂപീകരിക്കുന്നത് പള്ളി എടുക്കാനോ മദ്രസ എടുക്കാനോ അല്ല. ആ ഭരണഘടനയിൽ ആദ്യത്തത് അങ്ങനെയല്ല. കുറേ പള്ളി എടുക്കണം, കുറേ മദ്രസ എടുക്കണം, കുറേ പിന്നെ ഓഫീസ് ഉണ്ടാക്കണം, ഇതൊന്നുമല്ല അതിൻ്റെ ഭരണഘടന. അതിൻ്റെ ഭരണഘടനയിൽ ഒന്നാമതായിട്ട് പറയുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നതിൻ്റെ വിരോധികളുടെ എല്ലാ കുതന്ത്രവും എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തുക. മനസ്സിലാക്കണ്ടല്ലോ, ഇവിടെ വലിയ സംഘടന രൂപീകരിക്കുമ്പോഴേ നമുക്കിവിടെ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ കുറേ പള്ളി ഉണ്ടാക്കി കൊടുക്കുക, കുറേ അറബി കോളേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറേ മദ്രസകൾ ഉണ്ടാക്കുക എന്നതല്ല ഒന്നാമത്തെ ലക്ഷ്യം. ഇത് രൂപീകൃതമായത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളുണ്ട്, അവർ പ്രവർത്തിച്ചതാണല്ലോ ഇത് രൂപീകരിക്കാൻ കാരണം. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളുടെ എല്ലാ പ്രവർത്തനങ്ങളും എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തുക, ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഖണ്ഡിക. പിന്നെ അതിൽ എ ബി സി എന്നൊക്കെ പറഞ്ഞ പല ഉപവകുപ്പുകളും രണ്ടാം ഖണ്ഡികയും മൂന്നാം ഖണ്ഡിക ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അതിലിങ്ങനെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും പരിരക്ഷിച്ചു കൊണ്ടുവരുന്നതും അതിന് സഹായം ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നാമതായി പറഞ്ഞത് സുന്നി വിരോധികളുടെ എല്ലാ കുതന്ത്രങ്ങളും എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തുക. ഈ ലക്ഷ്യത്തിലാണ് സമസ്ത രൂപീകരിച്ചത്. ആ സമസ്ത ആരുടെ കൈവശം നമുക്ക് നോക്കാം. കുറേ കഷ്ടപ്പാടുകൾ നാം സഹിക്കേണ്ടി വന്നാലും ഇത്രയും റെഡിയാക്കി ക്ലിയറാക്കി ഇവിടുത്തെ ഭരണാധികാരികളുടെ മുന്നിൽ കൊണ്ടുപോയി അംഗീകാരം നേടിയ ഒരു സമസ്ത, അത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പിന്നെ നാട്ടിലൊരു സംഘർഷമുണ്ടാകുന്നത് ലക്ഷ്യമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരും സമസ്ത എന്ന് പറയുമ്പോൾ നാം എതിർക്കുവാനോ ചോദ്യം ചെയ്യാനോ പോകുന്നില്ല. പക്ഷേ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതാണ് സമസ്തക്കെതിരെ കൊടുത്ത കേസ്, അല്ലേ? കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റി പോലീസ് പിടിക്കാൻ വരുമോ, പോലീസ് പിടിക്കുമോ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരു എന്തൊക്കെയോ പ്രചരിപ്പിക്കണം. അതല്ല, ഒരു കേസ് സമസ്ത കൊടുത്തിട്ടുണ്ട്, കോടതിയിലുണ്ടത്. ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് കേസ്? ഇങ്ങനെ ആധികാരികമായി റെക്കോർഡ് കൊടുത്ത് റെഡിയാക്കിയ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന മഹാൻ സ്ഥാപിച്ച ആ ആശയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഇന്നിവിടെ നടപ്പാക്കുന്നത് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ പ്രസിഡന്റും ഖമറുൽ ഉലമ കാന്തപുരം എ പി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് ആ സമസ്തയുടെ കീഴിലുള്ള എന്ത് സ്വത്ത് അതിനുണ്ടോ, ബുക്ക് ഡിപ്പോ ആവട്ടെ, അതിൻ്റെ ഓഫീസാവട്ടെ, മറ്റെന്ത് സ്ഥാരവ ജാരവ ജംഗമ സ്വത്തുക്കളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്, അത് വാങ്ങിത്തരണം എന്ന് ബഹുമാന പുരസ്സരം കോടതിയോട് അപേക്ഷിക്കുന്നു. ഇതാണ് സമസ്തക്കെതിരെ കൊടുത്ത കേസ്. അല്ലാതെ കാന്തപുരം ഉസ്താദിന് ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. ഈ അനുയായികളെയും കൂട്ടി കാന്തപുരം ഉസ്താദ് കോഴിക്കോട് ഫ്രാൻസിസ് റോഡുള്ള ഓഫീസിലേക്ക് അങ്ങോട്ട് ഇരച്ചു കയറി അവിടെയുള്ള ആളുകളെയൊക്കെ പിടിച്ച് പുറത്താക്കി ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സമസ്ത ഞങ്ങൾക്കാണ്, ഇതൊക്കെ ഞങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്, എല്ലാ മദ്രസകൾക്കും സർക്കുലർ കൊടുത്ത് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട, ഞങ്ങളാണ് ഈ സമസ്തൻ്റെ ആള്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളണം എന്ന ഒരു ധിക്കാര മനോഭാവത്തോടുകൂടെ നീങ്ങിയിരുന്നെങ്കിൽ കേരളം ഒരു കലാപഭൂമിയാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സത്യാവസ്ഥ കോടതിയെ ധരിപ്പിച്ച്
കോടതി മുഖേന ഞങ്ങൾക്കത് വാങ്ങിത്തന്നാൽ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ആലിമീങ്ങളുടെ കൂട്ടായ തീരുമാനപ്രകാരമാണ് ഈ സ്വത്ത് ഇതിൻ്റെ ഞങ്ങൾക്ക് ഈ ഓഫീസ് അതുപോലെയുള്ളതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തത്. കോടതി അപ്പോൾ ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റേ കമ്പനിക്ക് കോടതി നോട്ടീസ് അയച്ചു. ഇങ്ങനെ ഒരു കത്ത്, ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ സത്യവാങ്മൂലം നിങ്ങളിവിടെ സമർപ്പിക്കണം. അപ്പോൾ സാങ്കേതികമായി അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അപ്പുറത്തുണ്ടല്ലോ, അവർക്ക് നമ്മൾ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഓഫീസും അതിൻ്റെ റെക്കോർഡുകൾ, മിഡ്സ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, വരദൽ കണക്ക് ബുക്ക്, മറ്റു കാര്യങ്ങളും ഒക്കെ അവരെ കൈവശമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരതിനെതിർ സത്യവാങ്മൂലം കൊടുത്തു. അല്ല, ഞങ്ങളാണ് യഥാർത്ഥ സമസ്തയുടെ ആള്, പ്രസിഡന്റ് ഞങ്ങളുടെ ഭാഗത്താണ്, സെക്രട്ടറി ഞങ്ങളുടെ ഭാഗത്താണ്, ഓഫീസിൻ്റെ താക്കോൽ ഞങ്ങളുടെ കൈവശമാണ്, മിഡ്സ് ബുക്കും മറ്റു റെക്കോർഡുകളൊക്കെ ഞങ്ങളുടെ കൈവശമാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് എന്ന് അവരും അതിനൊരു മറുപടി കൊടുത്തു. അപ്പോൾ കോടതി അത് പരിശോധിച്ചിട്ട് അന്ന് പുറപ്പെടുവിച്ച ഒരു വിധിയുണ്ട്. എന്താ വിധി? കേസ് തുറന്നു പോവുകയാണ്, പക്ഷേ നാട്ടിലൊരു കുഴപ്പമുണ്ടാകരുതെന്ന് മനസ്സിലാക്കി സ്റ്റാറ്റസ് കോ നിയമപ്രകാരം കോടതി അന്ന് കൊടുത്ത, അവർക്ക് കൊടുത്ത നോട്ടീസിലുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ട് കോപ്പി. സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥിതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്റ്റാറ്റസ് കോ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച്, അഥവാ ചാക്കോലും പൂട്ടും ഓഫീസും റെക്കോർഡും ഒക്കെ കൈവശമായതുകൊണ്ട് തൽക്കാലം നിങ്ങളിത് കൈവശം വെക്കുക, എന്നിട്ട് രണ്ടു കൂട്ടരും കോടതിയിൽ വ്യവഹാരം നടത്തുക. ഈ വ്യവഹാരം കഴിഞ്ഞിട്ട് ആ കോടതി ആർക്കാണോ ഇത് വിധിക്കുന്നത് അവർക്ക് ഈ താക്കോലും ഈ റെക്കോർഡുകളും ഓഫീസും ബാക്കിയുള്ളതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരിന്ന് നിലകൊള്ളുന്നത്. ഒന്നുകൂടി പറയട്ടെ, സ്റ്റാറ്റസ് കോ അഥവാ നിലവിലുള്ള സ്ഥിതി അത് അതേ രൂപത്തിൽ തുടരുക, ആ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങളെ കൈവശം ഇതിൻ്റെ റെക്കോർഡുകളും മറ്റുമൊക്കെ സൂക്ഷിക്കാം. ഒന്നും നിങ്ങൾ അതിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യരുത്. ഇത് കോടതിയിൽ നിന്ന് കേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വിധിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ, അല്ല കാന്തപുര വിഭാഗത്തിനാണ് വിധിയാകുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കാന്തപുര വിഭാഗത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം. ഈ ഒരു വ്യവസ്ഥയിലാണ് 26 വർഷമായിട്ട് അപ്പുറത്തെ സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആധികാരികമായി ധാർമ്മികമായി സമസ്ത എന്ന് പറയാനോ പ്രവർത്തിക്കുവാനോ അതിൻ്റെ സ്വത്തുക്കൾ കൈവശം വെക്കുവാനോ അധികാരം ഇല്ല. ഇത് അവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ പൊതുജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരിങ്ങനെ കേസുമായി നടക്കുന്നു. കൊല്ലത്തിൽ 2 or 3 കേസ് വിളിക്കും. അതിന് ഒരു പ്രസിഡന്റും പോകണ്ട, ഒരു സെക്രട്ടറിയും പോകണ്ട, കാന്തപുര ഉസ്താദും പോകണ്ട, ഇപ്പം സെക്രട്ടറിയായ പ്രൊഫസർ ആലിക്കുട്ടി മൊയ്ലിയാരും പോകണ്ട, ആരും പോകണ്ട. അതിന് 2 കൂട്ടരും നിശ്ചയിച്ച് അവിടെ വക്കീലന്മാരുണ്ടാവും. ഓലെടുക്കും, ജഡ്ജി പറയും അടുത്ത 3 മാസം അപ്പുറത്തൊരു തീയതി. അങ്ങനെ അവർ പറഞ്ഞു ഓരോ പോരും, ഓരോ ഫീസും വാങ്ങി ഓരോ കുടിക്കും പോകും. ഇങ്ങനെയാണ് ഇപ്പോൾ ആ കേസ് നടക്കുന്നത്. അതേ സമസ്തക്ക് കേസുള്ളൂ, മറ്റൊരാലിമീങ്ങളെയും കോടതി കയറ്റിയിട്ടില്ല. മറ്റുള്ളതൊക്കെ വെറും ദുഷ്പ്രചരണമാണ്. ആ പ്രചരണം എന്തൊക്കെയായിരുന്നു അവർ നടത്തിയിരുന്നത്? നമുക്ക് ആ ഭാഗവും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ കാര്യങ്ങളൊക്കെ നാം റെഡിയാക്കി വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നു എന്ന് മറുഭാഗം അറിഞ്ഞപ്പോൾ അവർ വളരെയധികം വിഷണ്ണരായി, ബേജാറായി. എന്നിട്ട് ഈ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതിൽ വഹാബി ഉണ്ടെങ്കിലും മൗദൂദി ഉണ്ടെങ്കിലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല, ഇവിടെ AP വിഭാഗത്തിനെ എതിർക്കണം, ആലിമീങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നു പോകരുത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കണം, അത് മാത്രമേ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ കോടതിയിൽ നിന്നും അങ്ങനെ കിട്ടിയ ഈ സ്റ്റാറ്റസ് കോ മൂലം കിട്ടിയ ആ ഒരു അധികാരവും വെച്ച് ഓഫീസും മറ്റുമൊക്കെ അവർ കൈകാര്യം ചെയ്ത് ഇവിടെ നാട്ടുകാരെ അവർ പറഞ്ഞ് കള്ളപ്രചരണം നടത്തി അവർ വഞ്ചിച്ചു. എന്താ അവർ പറഞ്ഞത്? സമസ്തന്റെ ഓഫീസ് ഞങ്ങൾ കൈവശമാണ്, സമസ്തന്റെ ബുക്ക് ഡിപ്പോ ഞങ്ങൾ കൈവശമാണ്, സമസ്തന്റെ റെക്കോർഡുകളൊക്കെ ഞങ്ങൾ കൈവശമാണ്, പ്രസിഡന്റ് ഞങ്ങളുടെ കൂടെയാണ്, സെക്രട്ടറി ഞങ്ങളുടെ കൂടെയാണ്. പക്ഷേ ഇതൊന്നും ധാർമ്മികമായി അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഈ കൂട്ടർ മനസ്സിലാക്കിയില്ല. ഒരു സംഘടനയുടെ ജനറൽ ബോഡി വിളിച്ച് ആ ജനറൽ ബോഡിയിൽ വ്യക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചാൽ
മാന്യന്മാരായിരുന്നു അവരെങ്കിൽ, ധാർമ്മികമായി ചിന്തിക്കുന്നവരായിരുന്നു അവരെങ്കിൽ അവർ വേണ്ടിയിരുന്നത് ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് ഈ റിക്കാർഡുകളും അതിൻ്റെ ഓഫീസും അതിൻ്റെ മറ്റുള്ള സ്വത്തുക്കളും അവർക്ക് മാന്യമായി ഒഴിഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. അതവർ ചെയ്തില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കലാപം ഉണ്ടാക്കണ്ട എന്ന് മനസ്സിലാക്കി അവരോട് പിടിച്ചു വാങ്ങാൻ നമ്മുടെ ആലിമീങ്ങളും പോയില്ല. എന്നിട്ട് അവർ ചെയ്ത ഉത്സാഹമായിരിക്കുന്ന പ്രവർത്തനം, ശാരീരിക അവശത കൊണ്ട് വീട്ടിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ നിർബന്ധിച്ച് പല സ്ഥലത്തേക്കും അവർ കൂട്ടിക്കൊണ്ടുപോയി. അതൊക്കെ ഇന്ന് കണ്ണിയത്ത് ഉസ്താദിൻ്റെ മകൻ കുഞ്ഞുമോൻ മുസ്ലിയാർ അദ്ദേഹത്തെ കണ്ട് ചോദിച്ചാൽ, അന്വേഷിച്ചാൽ ഈ വിവരങ്ങളൊക്കെ അയാൾ പറയും. അന്ന് രാഷ്ട്രീയക്കാരുടെ വലയിൽപ്പെട്ട് ഈ കുഞ്ഞുമോൻ മുസ്ലിയാരും അവർ കരുതുന്നിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് അത് തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിനെ തന്നെ അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യമായി കൊണ്ടുപോയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നാടാകുന്ന പൂനൂരിൽ തന്നെയാണ്. പൂനൂരിൽ വലിയൊരു പരിപാടി വെച്ചു. എന്തിനായിരുന്നു ആ പരിപാടി വെച്ചത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരില്ലാത്ത ഒരു പരിപാടി പൂനൂരിൽ വർഷങ്ങളായി നടന്നിട്ടില്ല. പണ്ടവിടെ ഒരു മതപ്രഭാഷണം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുത്തഅല്ലിമാണ്. ആ മുത്തഅല്ലിമായ സമയത്ത് പോലും ആ അത് നിശ്ചയിക്കപ്പെട്ട ആൾ വരാതിരുന്നപ്പോൾ എല്ലാവരുടെ കണ്ണും നീണ്ടത് കാന്തപുരം ഉസ്താദിലേക്കായിരുന്നു. കാന്തപുരം ഉസ്താദാണ് അന്നവിടെ ആ മതപ്രഭാഷണ വേദിയിൽ അത് പറഞ്ഞത്. ഇത് 40-45 കൊല്ലം മുമ്പുള്ള 45-50 കൊല്ലം മുമ്പുള്ള കഥയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പൂനൂര് ഏത് പരിപാടി ഉണ്ടെങ്കിലും സുന്നികളുടെ പരിപാടി ഏതായിരുന്നാലും കാന്തപുരം ഉസ്താദ് സംബന്ധിക്കാത്ത ഒരു പരിപാടി പൂനൂരിൽ ഉണ്ടായിട്ടില്ല. ആ പൂനൂരിൽ തന്നെ വെച്ച് സാധാരണക്കാരെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്ത്? കാന്തപുരത്തിനെ പുറത്താക്കിയിട്ടുണ്ട്, കാന്തപുരം സമസ്തയിലില്ല, അതുകൊണ്ട് കാന്തപുരത്തെ നിങ്ങൾ അംഗീകരിക്കരുത്, കാന്തപുരം ഇപ്പോൾ സമസ്തക്ക് പുറത്താണ്, അദ്ദേഹം ഏതെങ്കിലും സംഘടന ഉണ്ടാക്കുന്നുവെങ്കിൽ അത് സമസ്തയുമായോ സുന്നിയുമായോ ബന്ധമില്ലാത്തതാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ കാപാലികർ ആദ്യം ചെയ്ത പണി പൂനൂരിൽ വലിയൊരു സമ്മേളനം നടത്തലായിരുന്നു. കുറെ ആളുകൾ അതിൽ കൂടിയെന്നുള്ളത് സത്യമാണ്. പൂനൂരിൽ തന്നെ അവർ ആദ്യം വെച്ചതുകൊണ്ട് ഞാൻ അന്ന് ഗൾഫിലുള്ള സമയത്താണെങ്കിലും അപ്പോൾ നാട്ടിലുണ്ടായിരുന്നു. പൂനൂരിലുള്ള പരിപാടി എന്ന നിലയ്ക്ക് എന്തായിരിക്കും ഒരു പൂനൂരിൽ വെച്ച് പറയുക എന്ന് മനസ്സിലാക്കാൻ എൻ്റെ നാട്ടിൽ നിന്നും ഏകദേശം 80 കിലോമീറ്ററിൻ്റെ പൂനൂരിലേക്ക്, ആ പൂനൂരിലേക്ക് ഞാൻ വണ്ടിക്ക് പെട്രോളും അടിച്ച് ഞാൻ പോകേണ്ടി വന്നു. അവിടെ ചെന്നു, പരിപാടി ഞാൻ കേട്ടു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ പരിപാടി തുടങ്ങുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിലുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ദുആ കഴിഞ്ഞ ഉടനെ കണ്ണിയത്ത് ഉസ്താദ് എവിടെയാണ്, എവിടെയാണ്, നെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും. ഇത് ഒരു ചേളാരികൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. പൂനൂരങ്ങാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ നേരിട്ട് കേട്ട യാഥാർത്ഥ്യമാണിത്. കാന്തപുരത്തിനെതിരെ ആണ് കണ്ണിയത്തെന്ന് വരുത്തി തീർക്കാൻ, ഇപ്പോഴുള്ള സമസ്തക്കാരായ ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ അവർ വെച്ച ആദ്യത്തെ പരിപാടി തന്നെ അല്ലാഹു തആല കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് അവിടെ പരാജയപ്പെടുത്തി. ദുആ കഴിഞ്ഞ ഉടനെ എവിടെ, നോട് അത് പറയാൻ പറയും, നോട് പ്രസംഗിക്കാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കറിലൂടെയാണ് ഇത് കേൾക്കുന്നത് അല്ലേ. അപ്പൊ പിന്നെ ഉടനെ സ്റ്റേജിൽ നിന്ന് ഒരാൾ പറയുന്നു ആ സ്പീക്കർ ഓഫാക്കി, അതും സ്പീക്കർ കൂടെ കേൾക്കുന്നു. സ്പീക്കർ ഓഫാക്കിയതിനു ശേഷവും 2 ഭാഗത്തേക്കും, ഇടഭാഗത്തേക്കും വലഭാഗത്തേക്കും, പിന്നീട് ഈ ബഹുമാനപ്പെട്ടവർ ആ കസേരയിൽ നിന്ന് നിൽക്കും പൊന്തി പിൻഭാഗത്തേക്കും തിരിഞ്ഞു നോക്കുന്നു. കാന്തപുരത്തിനെ കാണുന്നില്ല. എവിടെയെന്നാ പിന്നെയും ചോദിക്കുന്നത്. പക്ഷേ അത് പിന്നെ സ്പീക്കറിൽ കേൾക്കുന്നില്ല. അപ്പോൾ ഒരു ജാള്യതയോടുകൂടി മറ്റു കാര്യങ്ങൾ പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദിനെ ഒന്നിങ്ങോട്ട് ഒരു മയത്തിൽ കൊണ്ടുവന്ന് മെല്ലെ അവിടെ നിന്ന് ഇറക്കി വരിയിലേക്ക് പറഞ്ഞേക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ അവരുടെ പരിപാടി തന്നെ അവർക്ക് പാളിപ്പോയിട്ടുണ്ട്. ആ പാളൽ ഇന്ന് വരെയും നടക്കുന്നുമുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നുകൂടി. അവിടെ മുതൽ ഇന്ന് വരെ ആ പുറവിഭാഗം സമസ്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ കക്ഷികൾക്ക് വെറും അപാകതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപാകതകൾ മാത്രമാണ് ഉണ്ടായത്. ആ അപാകതകൾ ഒന്നുകൊണ്ടാണ് അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ആർജവത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതും. കാരണം അവർക്ക്
രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ഈ പ്രസ്ഥാനമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ എതിർക്കുക, അവർ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനത്തെ എതിർക്കുക, പ്രധാനമായും അദ്ദേഹത്തെ തന്നെ എതിർക്കുക, അതിനുവേണ്ടി മാത്രമായി അവരുടെ ചിന്ത. മറ്റൊരു ദീനീ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ ആ ദീനീ കാര്യങ്ങളെ പരിപോഷിപ്പിക്കുവാനോ അവർക്കൊരിക്കലും സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നീണ്ട ഈ 26 വർഷത്തിനുള്ളിൽ നാട്ടിലെവിടെയെങ്കിലും സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ആ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു മദ്രസ ഉണ്ടാക്കാനോ ഒരു അറബി കോളേജ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏതെങ്കിലും അറബികൾ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറായിട്ടോ തബ്ബാഹായിട്ടോ ജോലി ചെയ്യുന്ന ആ ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ ജോലിക്കാർ അറബിയെ സ്വാധീനിച്ച് പറഞ്ഞ് എൻ്റെ നാട്ടിലൊരു പള്ളി വേണം. അപ്പോൾ അറബി ആ ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്നു, ഡ്രൈവർ മുഖേന നാട്ടിലുള്ള ആളുകൾ ആ പള്ളി എടുക്കുന്നു. പള്ളി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഇവരൊന്ന് കാറിൽ ചെന്ന് ആ പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു എന്നല്ലാതെ ഇവർ മുഖേന നേരിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഈ ആലിമീങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരു പള്ളി എടുത്തതോ ഒരു മദ്രസ എടുത്തതോ കാണിച്ചു തരാൻ അവർക്ക് കഴിയുമോ? അവർക്കതിന് സമയമില്ല. അവർക്ക് 24 മണിക്കൂറും കാന്തപുരത്തിനെ എതിർക്കണം, ഈ സമസ്തയെ എതിർക്കണം. അങ്ങനെയുള്ള പാളിച്ചകളാണ് ആദ്യം അവർക്ക് സംഭവിച്ചത്. അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ അവർ ഒരു 80ാം വാർഷികമോ 85 എത്രയൊരു വർഷം ഒരു കൂരിയാട്ട് നടത്തി. കൂരിയാട് അതായത് തിരുവങ്ങാടിക്കടുത്തുള്ള കൂരിയാട് വെച്ച് നടത്തി ഹൈവേയുടെ അടുത്തായിട്ട്. ആ സമ്മേളനത്തിലേക്ക് മൗദൂദികൾ പുഞ്ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ഫോട്ടോ നമ്മളൊക്കെ കണ്ടതാണ്. അവർക്ക് നല്ല പരവതാനി വിരിച്ചു കൊടുത്തതും നാം കണ്ടതാണ്. ആ വന്ന അവർക്ക് നല്ല ജ്യൂസ്, ഫ്രൂട്ട്സ്, മറ്റേതൊക്കെ നിലക്ക് സ്വീകരിക്കാൻ കഴിയുമോ ആ നിലക്കൊക്കെ ആ സമസ്തയുടെ ഭാരവാഹികൾ ഈ വഹാബികളെ സ്വീകരിച്ചു, ആനയിച്ചു. അല്ലേ? ഏത് സംഘടനയാണിത്? ഈ സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ബൈലോവിൽ ഒന്നാമതായി അവിടെ കൊടുത്തിട്ടുള്ളത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളെ എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തുക. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളായ വഹാബികളും മൗദൂദികളും ചേകനൂരികളും അതുപോലെയുള്ള മുത്തദഈകൾ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ആ സമ്മേളന നഗരിയിലേക്ക് എത്തിയപ്പോൾ ഉത്തരവാദപ്പെട്ട ആലിമീങ്ങൾ തന്നെ വന്ന് ഇന്നതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നവരും അതുപോലെ അതിന് ആഗ്രഹിച്ചിരുന്ന മറ്റു പല മൗലവിമാരും കൂടി ഇവരെ സ്വീകരിച്ചു, ആനയിച്ചു. അല്ലേ? എന്തോ ഒരു സന്തോഷമായിരുന്നു. സലാം അലൈക്കും എന്ന് പറയുമ്പോൾ സലാം അടക്കാൻ എല്ലാവരും മുന്നിൽ. അല്ലേ? അവർ പോകുമ്പോൾ സലാം പറയുമ്പോൾ സലാം അടക്കാൻ എല്ലാവരും മുന്നിൽ. അവർക്ക് ബത്തക്കൻ്റെ കഷ്ണം എടുത്തു കൊടുക്കാൻ ബാപ്പൂലിയാരും ആലിക്കുട്ടിയിലൊക്കെ മത്സരിക്കാം. ബഹാവുദ്ദീൻ കൂരിയാട് അതിൻ്റെ അപ്പുറത്ത് മത്സരിക്കാം. അമ്പലക്കട വമീദ് പൈസ പോലുള്ളവരൊക്കെ ഓച്ചാനിച്ച് ഈ നേതാക്കളെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി നിൽക്കുക. അല്ലേ? ഓലെ സമസ്തയുടെ കോലാണ് ഈ പറയുന്നത്. സമസ്തയാണെങ്കിലോ ഇവരെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയും അതവർക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയല്ലേ, ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ? നാം അത് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയാണ് അവർക്ക് പറ്റുന്ന പാളിച്ചകൾ. ഒരു പാളിച്ചകളല്ല, 3 എണ്ണമല്ല, എണ്ണിയാലൊടുങ്ങാത്ത പാളിച്ചകളാണ് അവർക്ക് പറ്റിക്കൊണ്ടിരുന്നത്. അല്ലേ? KNMൻ്റെ ഏറ്റവും വലിയ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞ് മരണപ്പെട്ടു പോയപ്പോൾ അവരെ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റാകുന്ന റസൂലുള്ളാഹിൻ്റെ കുടുംബ പരമ്പരയിൽ ഏറ്റവും അംഗീകാരമുള്ള കേരളത്തിലുള്ള ഒരു സയ്യിദ് വംശത്തിലെ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മഹാനവர்களுള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ടാണ് വേദനയോട് ഇക്കാര്യം പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ശിർക്കിൻ്റെ മൊത്തക്കച്ചവടം നടക്കുന്ന കേന്ദ്രം കൊടപ്പലക്കൽ തറവാടാണെന്നെഴുതിയ ആ സംഘടനയ്ക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ ഈ അബ്ദുൽ ഖാദർ മൗലവി എന്നവർ മരണപ്പെട്ടപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് സമുദായത്തിൻ്റെ വലിയ നഷ്ടമായിപ്പോയി എന്ന് ആ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ അത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അപാകതയായിട്ട് സുന്നി കേരളം കണക്കാക്കുന്നു. മഹാനായ ശിഹാബ് തങ്ങളെ നാളെ തൻ്റെ വലിയപ്പ കൈപിടിച്ച് അവിടെ രക്ഷപ്പെടുത്താനുണ്ടാകും. പക്ഷേ ഈ വഹാബി നേതാവിനെ
ബഹുമാനിച്ചതിൻ്റെ പേരിൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് വഹാബികളോടുള്ള ആ വെറുപ്പ് മനസ്സിൽ നിന്നും നീങ്ങിപ്പോയാൽ ബഹുമാനമുള്ള തങ്ങളെ, തങ്ങളുടെ വലിയപ്പത് പൊറുക്കുമോ, തങ്ങൾക്ക് അതിന് അംഗീകാരം നൽകുമോ എന്ന് തങ്ങൾ ചിന്തിക്കാത്തതിലാണ് സുന്നികളായ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വേദന. അങ്ങനെ ഒരുപാട് അപാകതകൾ ഒന്ന് രണ്ട് കൂടി പറഞ്ഞ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ആ സമസ്തയുടെ ഇന്നത്തെ അവസ്ഥയും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ പല ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോയക്കുട്ടി മുസ്ലിയാർക്ക് മുമ്പുണ്ടായിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എന്ന ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരനും ഒരു സുന്നി പണ്ഡിതനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജനാസ അവിടെ ചെന്ന് സന്ദർശിക്കുവാനും ഒരു യാസീനോദി ദുആ ചെയ്യുവാനും ഉത്തരവാദപ്പെട്ട ആളുകളോട് ടെലിഫോൺ ചെയ്ത് വരുന്നുണ്ടെന്ന് വിവരമറിയിച്ചു ചെന്നപ്പോൾ അവിടെ ചില എസ്കക്കാരാകുന്ന കാപ്പാലുകൾ ഒരുമിച്ചുകൂടി കൂക്കി വിളിക്കാനും ഗോബേക്ക് വിളിക്കാനും അതുപോലെ കാന്തപുരം ഉസ്താദിനെ കയ്യേറ്റം ചെയ്യുവാനും ഒരുങ്ങിയ ഇത്ര നിഷ്ഠൂരന്മാരായി ഈ സമസ്തയുടെ അനുയായികൾ അധപ്പതിച്ചത് ഇവരുടെ ഈ അപാകതയുടെ ഏറ്റവും വലിയൊരു മകുടോദാഹരണമാണ്. ഒരു മരിച്ച വീട്ടിൽ എത്ര വലിയ ശത്രുക്കളാണെങ്കിലും മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും മരിച്ച വീട്ടിൽ ആരും അത് കാണിക്കാൻ മുതിരുകയില്ല. എന്നാൽ ഒരു ശത്രുതയുമില്ലാത്ത കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കയ്യേറ്റങ്ങളോ കാന്തപുരത്തിൻ്റെയോ കാന്തപുരം വിഭാഗത്തെയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശാന്തമായി നീങ്ങിയിരുന്ന ആ കാലത്ത് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഒരു പണ്ഡിതന്റെ മയ്യത്ത് ദർശിക്കാൻ ചെന്ന ഒരു പണ്ഡിതനോട് കാണിച്ച ക്രൂരത ഇവരുടെ അപാകതയായിരുന്നു. എന്നാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചെന്നു മയ്യത്ത് സന്ദർശിച്ചു. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. അന്തസ്സുള്ള ലീഗുകാർ കാന്തപുരത്തിനെ കൂക്കി വിളിക്കാനോ കാന്തപുരം ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറയാനോ ഒന്നുമില്ല. മതസംഘടനയാണെന്ന് അനുമാനിക്കുകയും അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുകയുമെന്ന് ആക്രോശിച്ച് നടക്കുകയും ചെയ്യുന്ന ഈ ചേളാരി വിഭാഗം ഏതാനും ഗുണ്ടകളെ ഒരുക്കി നിർത്തിക്കൊണ്ട് കാന്തപുരം ഉസ്താദ് വരുന്ന വഴിക്ക് തെക്കും തിരക്കുമുണ്ടാക്കാനും കാന്തപുരത്തിനെ പരിക്കേൽപ്പിക്കാനും നിന്ദിക്കുവാനും അപമാനപ്പെടുത്തുവാനും ഈ സംഘടന ഒരുങ്ങിയെങ്കിൽ അതവർക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേട് കാരണം പറ്റിയ അപാകതകളായിരുന്നു. കാന്തപുരം ഉസ്താദ് വേദനയോടുകൂടി അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നു. എന്തേ ഒരു നേതാവ് മരണപ്പെട്ടിട്ട് ഇത്രമാത്രം ഒരു തരം താഴാൻ കാരണം? അവരുടെ തുടക്കം തന്നെ അപാകതയായിരുന്നു. ആ അപാകതകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അതിനുശേഷമല്ലേ ഈ വഹാബിയുടെ മൗലവി മരണപ്പെട്ടത്? ഒരു ജാള്യതയുമില്ലാതെ മനസ്സാക്ഷിക്കൊത്തുമില്ലാതെ ആ സമസ്തയുടെ പ്രസിഡന്റ് അവിടെ ചെന്ന് അല്ലേ? വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലെങ്കിൽ സ്ഥാനം അലങ്കരിക്കേണ്ട ആളാണല്ലോ. അപ്പോൾ സ്ഥാനമുള്ള ആൾ തന്നെയാണ് ആ പ്രസിഡന്റാകുന്ന ആ മാന്യദേഹം. ഈ മൗലവിയുടെ അടുക്കൽ ചെന്ന് നോക്കി പോന്നു എന്ന് മാത്രമല്ല, സമുദായത്തിന് തീരാ നഷ്ടമായി എന്ന് പറഞ്ഞു. എന്ത് നഷ്ടമാണ് തങ്ങളെ വഹാബികൾ ഈ ലോകത്തുനിന്ന് യാത്ര പറയുന്നത് കൊണ്ട് പോകുന്നതുകൊണ്ട് സമുദായത്തിനുള്ളത്? എന്ത് നഷ്ടമാണ്? ലാഭമല്ലാതെ എന്ത് നഷ്ടമാണുള്ളത്? അവരുടെ ഫിത്നയെങ്കിലും കുറഞ്ഞല്ലോ എന്ന് നാം സമാധാനിക്കുക. എന്നിട്ടൊന്നും പറയണ്ട, മരിച്ചോട്ടെ പോയിക്കോട്ടെ, കവർ കൊണ്ടുപോയി വെച്ചോട്ടെ, നമുക്കൊരു പാർട്ടി ഓതേണ്ടതും കൂടി അവർക്ക് ആവശ്യമില്ലല്ലോ. ആ നിലക്ക് വളരെ കൂടുതൽ ഈ കേരളത്തിലുള്ള മുഴുവൻ സുന്നികളെയും വേദനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് വളരെയധികം അപാകതയായിപ്പോയി. ഈ അപാകത പണ്ട് പൂനൂരിൽ നിന്ന് തുടങ്ങിയ അപാകതയുടെ ബാക്കിയാണ്. മറ്റൊരു ചെറിയ കാര്യവും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ മരണപ്പെട്ട ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൻ്റെ ജനാസക്കരികെ സുല്ലമി ചെന്നു വഹാബിൻ്റെ നേതാവ് അല്ലേ? പിന്നെ അവരൊരു കോളേജിൻ്റെ വലിയ പ്രിൻസിപ്പാളാകുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ ആൾ ഈശാ മദനിയോ മറ്റൊരാൾ ചെന്നു. ആരെങ്കിലും ചെന്ന് അവരോട് ഇരുന്നപ്പോൾ ബാപ്പ മുസ്ലിയാരടക്കം പുഞ്ചിരിച്ച് അവരോട് കൂടെ ഇരുന്ന് ഒത്താശ ചെയ്തു കൊടുത്ത് അവർ കുറച്ചു നേരം അവിടെ നിന്ന് മനസ്സിലിങ്ങനെ കോയക്കുട്ടിയിലായാൽ മരിച്ചത് നന്നായി എന്നും പറഞ്ഞ് ആ മൂർത്തദൈവങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ ആരെങ്കിലും കൂക്കി വിളിച്ചോ?
ആരെങ്കിലും ഗോബേക്ക് പറഞ്ഞോ? ആരെങ്കിലും ഒരു അലോസരമുണ്ടാക്കിയോ? ഒരു സുന്നി പണ്ഡിതന്റെ അടുക്കൽ മറ്റൊരു സുന്നി പണ്ഡിതൻ ചെന്നപ്പോൾ കൂക്കി വിളിക്കാൻ ആളുണ്ടായി, ഗോബേക്ക് വിളിക്കാൻ ആളുണ്ടായി. ആദരിക്കണ്ട, നിന്ദിക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. നിന്ദതയോടുകൂടി എന്നെ ഉദ്ദേശിച്ചത്. പക്ഷേ അതുകൊണ്ട് ആ കൂക്കുവിളി കൊണ്ട്, ഗോബേക്ക് വിളി കൊണ്ട് ഇവിടെയുള്ള സുന്നി കേരളം ഒന്ന് ഉണരുകയാണ് ചെയ്തത്. ഇവരുടെ തനിനിറഞ്ചനങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതൊന്നുകൂടി ഇപ്പോൾ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാരുടെ മയ്യത്ത് കാണാൻ, ജനാസ കാണാൻ ഈ മൂത്തദീയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പരിണിത ഫലം ഇൻഷാ അള്ളാഹ് ശേഷമുള്ള ക്ലാസ്സുകളിലും അവിടെ ഇങ്ങോട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നേരായ മാർഗം കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. പലരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വിശാലമായി ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.